ശ്രീ സാംബശിവ ഇവിടെ മെൻഷൻ ചെയ്ത കാര്യം ആ മിനിറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു IC വൈശാഖ ജഡ്ജ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ തൊഴിൽ സ്ഥാപനങ്ങളിലും ഒരു ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി വേണം, ICC വേണം എന്നുള്ളത് നിയമപരമായ ബാധ്യതയാണ്. KCIയുടെ കാര്യത്തിൽ ഇങ്ങനൊരു കാര്യം മുന്നോട്ട് വെച്ചപ്പോൾ ഓംബുഡ്സ്മാൻ ഉണ്ട്, നമുക്കിവിടെ ICC ആവശ്യമില്ല എന്ന നിലപാടെടുത്തതിന്റെ മിനിറ്റ്സ് എൻ്റെ കയ്യിലുമുണ്ട്. ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്താണ്? താങ്കൾ വളരെ ചുരുക്കി പറയൂ. മനു എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ശ്രീധരാമ എന്ന് പറഞ്ഞൊരു ക്ലബിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. അദ്ദേഹം ഒരു ഡിസ്ട്രിക്ട് TDCയുടെ എംപ്ലോയി ആണ്. ഇദ്ദേഹത്തിനെതിരെ 2022 തന്നെ കംപ്ലൈന്റ് വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കംപ്ലൈന്റ് ഓംബുഡ്സ്മാനെ അയച്ചിരുന്നോ? അപെക്സ് കൗൺസിലിൽ ഇത് ചർച്ച ചെയ്തിരുന്നോ? അതിൻ്റെയൊക്കെ റിപ്പോർട്ടോ എന്തെങ്കിലും പബ്ലിഷ് ചെയ്തിരുന്നോ? ഒരു കാര്യങ്ങളും ഇതുവരെ ഞാൻ കണ്ടിരുന്നില്ല. അതേപോലെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്ന ഒരാള് 2022 കംപ്ലൈന്റ് വന്നിട്ട് ഇതുവരെ എങ്ങനെയാണ് ഇദ്ദേഹത്തെ പോസ്റ്റിൽ തുടരാൻ അനുവദിച്ചത്? അതും വിമൻസ് ക്രിക്കറ്റിൽ തന്നെ അറ്റ്ലീസ്റ്റ് മെയിൽ മെമ്പേഴ്സിനെ കോച്ച് ചെയ്യാനായിരുന്നെങ്കിൽ പിന്നെ മനസ്സിലാക്കാം. അതേപോലെ ഇദ്ദേഹത്തെ നിരീക്ഷണത്തിൽ വെക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് ഇതൊന്നും ചെയ്തില്ലെന്നുള്ളത് ഇതുവരെ ഒരു രീതിയിലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ KCI എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ ഒരു എംപ്ലോയി ഇങ്ങനെ ഒരു കൊടും ക്രിമിനൽ ആക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെതിരെ പോലീസ് കംപ്ലൈന്റ് ഫയൽ ചെയ്തിരുന്നോ? ഒന്നും തന്നെ കണ്ടിട്ടില്ല. അതേപോലെ ഈ കുട്ടികളെ തെങ്കാശി കൊണ്ടുപോയെന്ന് പറയപ്പെടുന്നു. ഈ ടൂർണമെന്റ് എന്താണെന്ന് എനിക്കറിയില്ല. ഈ ടൂർണമെന്റ് BCC അപ്രൂവ്ഡ് ടൂർണമെന്റ് ആണോ? ഈ കുട്ടികൾ പെർമിഷനോടെയാണോ പോയിരുന്നത്? ഈ കോച്ച് പെർമിഷൻ വാങ്ങിയിരുന്നോ? ഇതൊന്നും തന്നെ ആർക്കും അറിയില്ല. ഈ കോച്ച് തന്നെ പറയുന്നു ഇവിടെ പെർമിഷൻ ഇത് വാങ്ങണമെങ്കിൽ ഈ കോച്ചിനെ കാണാനില്ല, ഇത്രയും കുട്ടികളെ കാണാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ ഇത് അറിയാതെ ചെയ്യുന്നുള്ളത് എനിക്ക് വിശ്വാസമേ ഇല്ല. അങ്ങനെ ഒരു പോസിബിലിറ്റി തന്നെ ഇല്ല. കാരണം ഒരു ടീം വേണമെങ്കിൽ ഒരു 11 മെമ്പേഴ്സ് പ്ലസ് 3-4 പേരും കൂടെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഇവരെ അറിയാതെ പോയതെന്നുള്ളത് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ ടേമിൽ വന്നിരുന്ന സമയത്ത് മീറ്റിങ്ങിന് 2 ദിവസം മുമ്പെയാണ് ഈ കംപ്ലൈന്റ് വന്നത്. ഈ കംപ്ലൈന്റ് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇത് 1-2 മാസം മുമ്പേ തന്നെ സെക്രട്ടറി അറിഞ്ഞിരുന്നു. ഞാൻ പുള്ളിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ കംപ്ലൈന്റ് അപെക്സ് കൗൺസിലോട്ട് ഫോർവേഡ് ചെയ്തില്ല. അതിന് ഒരു തക്കതായ ഒരു കൺവിൻസിങ് ഉത്തരം തന്നെ കിട്ടിയിരുന്നില്ല. പിന്നീട് ഞാൻ പറയേണ്ടി വന്നു ഈ കംപ്ലൈന്റ് ഓംബുഡ്സ്മാനിൽ അയക്കുകയാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞു വിമൻസ് ഹെൽപ്പ് സെൽ ആവശ്യമുണ്ട്. നാളെ ഒരു മൈനർ കുട്ടിക്കാണ് ഇത് സംഭവിക്കുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഇതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണെന്നും ഇത് ഫോർവേഡ് ചെയ്യാം, ഇങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ പ്രൊസീഡ് ചെയ്യാം, അഡ്വർടൈസ് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ഡ്രാഫ്റ്റ് മിനിറ്റ്സ് വന്നപ്പോൾ ഇതൊന്നും കണ്ടിരുന്നില്ല. പിന്നീട് ഞാൻ മെയിൽ അയക്കേണ്ടി വരുന്നു. അതേപോലെ VWCAK എന്ന് പറഞ്ഞൊരു വെറ്ററൻസ് വിമൻസിന്റെ ഒരു ശ്രീകല എന്ന് പറഞ്ഞൊരു ചേച്ചി ഒരു കംപ്ലൈന്റ് അയച്ചിരുന്നു ഇതിനെക്കുറിച്ച്. അവർക്കെതിരെ ഒരു ഡിഫമേഷൻ കേസേ എടുത്തിരുന്നുള്ളൂ, വേറെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഇവർ ഓംബുഡ്സ്മാനെ ഫോർവേഡ് ചെയ്യാതെ ശ്രീജ എന്ന് പറഞ്ഞൊരു ഇന്റേണൽ എൻക്വയറി കമ്മിറ്റിയാണ് വെച്ചിരുന്നത്. സോ ഇതൊക്കെ സിസ്റ്റമിന്റെ പ്രോബ്ലമാണ്. ചൈൽഡ് ഹെൽപ്പ് സെൽ ഇല്ല, അവിടെ മെഡിക്കൽ ഓഫീസേഴ്സ് ഇല്ല, സെക്യൂരിറ്റി ഹെഡ്സ് ഒന്നും തന്നെ ഇല്ല. പിന്നെ വിമൻ കോച്ചിങ് നടക്കുമ്പോൾ എക്സ്ക്ലൂസീവ് ഫെസിലിറ്റീസ്, ടോയ്ലറ്റ്സ് ഇതൊക്കെ വേണ്ടേ? അതേപോലെ വിമൻ മെമ്പേഴ്സിനെ പ്രസന്റ് ആവണ്ടേ അവിടെ? തീർച്ചയായും താങ്കൾ ഈ പറയുന്നത് പോലെ സിസ്റ്റത്തിന്റെ പോരായ്മ അതല്ലെങ്കിൽ അവിടെ വന്ന വലിയ വീഴ്ച അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്.